യുഎസിൽ നിന്ന് വർഷം തോറും 7 ലക്ഷം ടൺ ഗോതമ്പ് ഇറക്കുമതി ചെയ്യുവാനുള്ള ധാരണാപത്രത്തിൽ ബംഗ്ലാദേശ് ഒപ്പുവെച്ചു. ഓഗസ്റ്റ് 1 മുതൽ ബംഗ്ലാദേശിൽ നിന്നെത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് 35% തീരുവ ചുമത്താനിരിക്കെയാണ് നടപടി. യുഎസിനെ തണുപ്പിക്കുവാനുള്ള നയതന്ത്ര നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് പുതിയ കരാർ. യുഎസുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കാൻ ഈ നീക്കം തുണയാകുമെന്നാണ് ബംഗ്ലാദേശ് കരുതുന്നത്. യുഎസിലേക്ക് വ്യാപകമായി തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള തീരുവ കനത്ത തിരിച്ചടിയാകുമായിരുന്നു. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ കയറ്റുമതിയിൽ വൻതോതിൽ ഇടിവുണ്ടായാൽ നിലവിൽ തന്നെ വൻ തകർച്ചയെ നേരിടുന്ന ബംഗ്ലാദേശ് സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാനാകില്ലെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. തീരുവ താഴ്ത്തുന്നത് സംബന്ധിച്ച് യുഎസുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. അതേസമയം യുഎസ് ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2003 അശ്ലീല ഉള്ളടക്കമുള്ള കത്ത് അയച്ചെന്ന വിവാദം പ്രചരിക്കവേ വാർത്ത പുറത്തുവിട്ട വാൾസ്ട്രീറ്റ് ജേണലിനെതിരെ മാനനഷ്ട കേസ് നൽകി ട്രംപ്. യുഎസ് മാധ്യമത്തിനെതിരെ $10 ബില്യൺ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടാണ് കേസ്. റൂപ്പർട്ട് മർഡോക്ക്, 2 വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടർമാർ എന്നിവർക്കെതിരെയാണ് ട്രംപ് ഫ്ലോറിഡയിലെ സദേൺ ഡിസ്ട്രിക്റ്റിലെ ഫെഡറൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. പ്രതികൾ അപകീർത്തിപ്പെടുത്തുകയും ദുരുദ്ദേശത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തെന്നും അത് മാനനഷ്ടമുണ്ടാക്കിയെന്നുമാണ് ട്രംപ് പരാതിയിൽ പറയുന്നത്. എപ്സ്റ്റീനെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അയച്ച കത്തിൽ കൈകൊണ്ട് വരച്ച ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എപ്സ്റ്റൈന്റെ കൂട്ടുപ്രതിയായിരുന്ന ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ഗിസ്ലൈൻ മാക്സ്വെൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷത്തിൽ ട്രംപ് പങ്കെടുത്തിരുന്നുവെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ പ്രസിദ്ധീകരിച്ച ആരോപണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ശക്തമായി നിഷേധിച്ചിരുന്നു. ആശംസകൾ നേർന്നുകൊണ്ടുള്ള കത്തിൽ ട്രംപിന്റെ ഒപ്പ് ഉണ്ടായിരുന്നുവെന്നും വാൾസ്ട്രീറ്റ് ജേണലിന്റെ വാർത്തയിൽ പറഞ്ഞിരുന്നു. എല്ലാ ദിവസവും അത്ഭുതകരമായ രഹസ്യമായിരിക്കട്ടെ എന്നാണ് ട്രംപ് കത്തിൽ എഴുതിയിരുന്നത്. എന്നാൽ ഈ വാചകം എഴുതിയതിലോ അശ്ലീല ചിത്രം വരച്ചതിലോ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് ട്രംപ് വാദിക്കുന്നത്. ഇതും താൻ എഴുതിയ കത്തല്ലെന്നും വാൾസ്ട്രീറ്റ് ജേണലിന്റേത് തട്ടിപ്പ് കഥയാണെന്നും ട്രംപ് പറഞ്ഞു. കത്തിൽ കാണുന്നത് തന്റെ ഭാഷയല്ല, സ്ത്രീകളുടെ ചിത്രം വരയ്ക്കാറില്ലെന്നും ട്രംപ് പറഞ്ഞു.